നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ സൈന്യം പറയുന്നതുവരെ തിരച്ചിൽ തുടരും. പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് തയ്യാറാക്കാനും മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ തീരുമാനം. കാണാതായ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. ആറളം കൊക്കോട് പുഴയിലാണ് കീഴ്പള്ളി വട്ടപ്പറമ്പിൽ കിളിരൂപ്പറമ്പിൽ വർഗീസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പുഴ ഗതിമാറിയൊഴുകി ഇരിട്ടി പയഞ്ചേരി മുടച്ചാലിൽ ഏക്കർ കണക്കിന് സ്ഥലം പുഴയെടുത്തു. മലവെള്ളപ്പാച്ചലിനെ പേടിക്കാതെ കുടുംബം. മാക്കൂട്ടം പുഴയോർത്ത് താമസിച്ച 15 കുടുംബങ്ങളും ഇന്ന് സുരക്ഷിതം. ശമ്പളം ലഭിക്കുന്നില്ല. വനം വകുപ്പിലെ താൽക്കാലിക വാച്ചർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക്. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് ഉരുൾപൊട്ടലിൽ സൈന്യം പറയുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ തീരുമാനം. പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് തയ്യാറാക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. വയനാട് ഉരുൾപൊട്ടലിൽ സൈന്യം പറയുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ തീരുമാനം. സൈന്യത്തിന്റെ നിലപാടിന് മുൻഗണന നൽകാനാണ് തീരുമാനം. പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് തയ്യാറാക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തു. ദുരന്ത മേഖലയിലെ തിരച്ചിൽ ഊർജിതമാക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. ചാലിയാർ പുഴയോട് ചേർന്ന 9 വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടന്നത്. തിരച്ചിൽ നടത്തുന്ന ഓരോ ടീമിലും ഫയർഫോഴ്സ്, SDRF, NDRF അംഗങ്ങളും ഉണ്ടായിരുന്നു. കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടന്നത്. രക്ഷപ്പെട്ടവരോ ബന്ധുക്കളോ എത്തി മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ഇടങ്ങളിലും തിരച്ചിൽ നടന്നു. തമിഴ്നാടിന്റെ സംഘവും സഹായത്തിനെത്തിയിരുന്നു. തമിഴ്നാടിന്റെ 5 കെഡാവർ ഡോഗുകളെയും തെരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട്. 180 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ. ചൂരൽമലക്ക് സമാനമായ ദുരന്തം കാത്തിരിക്കുന്ന മലയുണ്ട് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരം ചെമ്പന്തൊട്ടി മേഖലയിൽ. ശ്രീകണ്ഠാപുരം ചെമ്പന്തൊട്ടി ടൗണിൽ നിന്നും വളരെയേറെ ഉയരത്തിലാണ് ഞണ്ണമലയ്ക്ക് മുകളിൽ നായനാർ മല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 30 ഏക്കറിലധികം ഭൂമി ക്വാറി മാഫിയകൾ കാർന്നു തിന്നു കഴിഞ്ഞു. മലയുടെ ഉയരം പോലും ഇപ്പോൾ താഴ്ന്നു വന്നു. കരിങ്കൽ ഖനനം നടത്തി ഉപേക്ഷിക്കപ്പെട്ട കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നു. ഇത് ഈ മലമുകളിൽ നിന്നും കനിച്ചലായി താഴെ പ്രവർത്തിക്കുന്ന മറ്റൊരു ക്വാറിയിൽ ശക്തിയേറിയ ഉറവുകളായി ചീറിത്തെറിക്കുന്ന കാഴ്ചയാണ്. ഈ ക്വാറികളുടെ പ്രവർത്തനം ശ്രീകണ്ഠാപുരം നഗരസഭയിൽ കോറങ്ങോട്ട് വാർഡിലാണ്. മീറ്ററുകളോളം നീളത്തിൽ ഒരേ തൂക്കിൽ അരിഞ്ഞെടുത്ത ക്വാറിയാണ് ഇവിടെ. താഴെ ഭാഗത്തായി ചെമ്പന്തൊട്ടി ടൗണും സ്കൂളും പള്ളികളും 500ഓളം വീടുകളുമുണ്ട്. നടുവിൽ ടൗണും നിടിയങ്ങ വില്ലേജും കരുവഞ്ചാൽ പ്രദേശം ഉൾപ്പെടെ ഇപ്പോൾ ഏറെ ഭീഷണിയിലാണ്. രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. വയനാട് ദുരന്തം മുഖത്ത് നിൽക്കുന്ന കേരള ജനത വളരെയധികം ഭീകരമായ ഒരു അവസ്ഥയ്ക്കാണ് ഈ ഉപേക്ഷിച്ചു പോയതും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ക്വാറികൾ സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട കലക്ടറോട് ഞങ്ങൾക്ക് ആദ്യമേ അഭ്യർത്ഥിക്കുവാനുള്ളത്, നാളെ വരെ നിരോധനം ഏർപ്പെടുത്തിയ ഈ ക്വാറി മലയോര മേഖലയിലെ മുഴുവൻ കാറുകളുടെ നിരോധനം മഴക്കാലം മുഴുവൻ ഏർപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ മേഖലയിൽ അധിവസിക്കുന്ന 100 കണക്കിന് കുഞ്ഞു കുട്ടികൾ, സ്ത്രീകൾ പേടിച്ച് രക്ഷിതാക്കളോട് പറയുന്നു, മാതാപിതാക്കളോട് പറയുന്നു, ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതിഭീകരമായ കാഴ്ചയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. ചൂരൽമഴയിലെ കാഴ്ചകൾ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ 100 കണക്കിന് പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധത്തിനുമാണ്. ഈ ക്വാറിയുടെ പ്രവർത്തനം എന്ത് വില കൊടുത്തും തടയണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചൂരൽമലയിലും സംഭവിച്ച അതേ അവസ്ഥ നമ്മുടെ നാട്ടിലും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്രയും ആൾക്കാർ, ഈ 100-300 ആളോളം ഈ മലയുടെ മുകളിൽ നിന്ന് എത്തിച്ചേർന്നത്. ഇന്നിവിടെ മലയില്ല. ഈ നാടിൻ്റെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ നയനാർ മല ഇന്നിവിടെ ഇല്ല. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ കോറ എന്നുള്ള ഒരു സംരംഭം മാത്രമാണ് ഈ മലയെ നശിപ്പിച്ചത്. ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നത് എന്നാണെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ ഉറവകൾ, ഈ കോറയുടെ അടിത്തട്ടിൽ നിന്ന് ഉറവ എന്ന് പറഞ്ഞാൽ ഒരു പുഴയുടെ സമാനമായിട്ടാണ് ഇവിടെ ഉറവ ഉള്ളത്. അപ്പോൾ അതിഭീകരമാണ് ഈ കോറകളൊക്കെ. എന്ത് തന്നെയായാലും നമ്മളെ ചെമ്പന്തൊട്ടി ഒരുപാട് കുടുംബക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഇതെങ്ങാനും ഒന്ന് അടർന്നു വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം നമ്മളൊരു ദുരന്തം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം നമുക്ക് ഇനിയൊരു ദുരന്തം നമുക്ക് കാണാൻ വേണ്ടി ഇടവരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും കണ്ണു തുറക്കാത്ത അധികൃതർ മറ്റൊരു ദുരന്തം ചെമ്പന്തൊട്ടിയിൽ വരുത്താതിരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.
പുഴ ഗതിമാറി ഒഴുകി ഏക്കർ കണക്കിന് സ്ഥലം പുഴയെടുത്തു. ഇരിട്ടി പയഞ്ചേരി മുടച്ചാലിലെ 10ഓളം പേരുടെ സ്ഥലമാണ് പുഴയെടുത്തത്. ഓരോ മഴക്കാലം കഴിയും തോറും ബാബലിപ്പുഴയുടെ കരയിലുള്ള ഇരിട്ടി പയഞ്ചേരി മുടച്ചാൽ പ്രദേശത്തുള്ള ആളുകളുടെ സ്ഥലം പുഴയിലേക്ക് ഇടിയുകയാണ്. പുഴയുടെ നടുഭാഗത്ത് വലിയ തുരുത്ത് രൂപപ്പെട്ട് പുഴ ഗതിമാറി ഒഴുകിയാണ് ഇവരുടെ സ്ഥലം പുഴയായി മാറിയത്. മുടച്ചാലിലെ അരക്കൻ ശ്യാമള, റീന, പാലാകൃഷ്ണൻ, കുഞ്ഞിരാമൻ, വിജയൻ തുടങ്ങി 10ഓളം പേരുടെ സ്ഥലം ഇത്തരത്തിൽ പുഴയെടുത്തു കഴിഞ്ഞു. ജനിച്ച് വളർന്ന സ്ഥലമാണ്. നമ്മൾ കുട്ടിക്കാലത്ത് ഓടിക്കളിക്കുന്നതാണ് ഈ പുഴക്കരൊക്കെ കൂടെ. അപ്പോൾ അത് വെള്ളപ്പൊക്കത്തിനും പ്രൊജക്റ്റിൻ്റെ വെള്ളം വന്ന സമയത്തും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതിങ്ങനെ വെള്ളം ഇങ്ങനെ സൈഡിലേക്ക് കൂടി ഒഴുകുമ്പോൾ ആ നനവ് വന്നിട്ട് വെള്ളപ്പൊക്കത്തിന് പിന്നെ ഒഴുകിപ്പോക്കാം, ഇടിഞ്ഞിടിഞ്ഞ് പോക്കാം. പുഴ മുഴുവൻ ഇടിഞ്ഞു പോകാം. കുറേ സ്ഥലം പോയിട്ടുണ്ടോ? കുറേ സ്ഥലം പോയിട്ടുണ്ട് നമ്മളത്. അതിപ്പോൾ ആ തുരുത്തിൻ്റെ അപ്പുറത്തായിരുന്നു ആദ്യം പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തുരുത്ത് അവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം അന്ന് പുഴ ഇപ്പുറത്ത് ഗതിമാറി ഒഴുകി നമ്മുടെ പറമ്പൊക്കെ ഇടിക്കാൻ തുടങ്ങിയത്. ഇതിനിപ്പം കെട്ടിയെടുക്കാൻ നിങ്ങളെ കൊണ്ടൊന്നും അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല. അത് സർക്കാർ എല്ലാവരും കൂടെ നോക്കിയിട്ടേ പറ്റുള്ളൂ. മേഖലയിൽ തന്നെ കുറേ പേരുണ്ട്. ഒരുപാട് അങ്ങനെ താഴത്ത് ഒരുപാട് പേരുണ്ട്. ഇവിടെയുള്ള തെങ്ങും കവുങ്ങും ഉൾപ്പെടെയുള്ള കാർഷിക വിളകളും നശിച്ചു കഴിഞ്ഞു. പുഴ സംരക്ഷിക്കുവാൻ വെച്ചുപിടിപ്പിച്ച മുളകളും പുഴയിലേക്ക് തന്നെ വീണു. സംരക്ഷണ ഭിത്തി കെട്ടി സ്ഥലം സംരക്ഷിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഇവർക്കിതിനൊന്നും സാധിക്കില്ല. അതിനാൽ തന്നെ സർക്കാർ ഇടപെട്ട് പുഴയിലെ തുരുത്ത് മാറ്റി ഗതിമാറി ഒഴുകിയ പുഴ ശരിയായ രീതിയിൽ പുനർനിർമ്മിക്കണം. അതോടൊപ്പം ഇനിയും സ്ഥലം പുഴ എടുക്കാതിരിക്കാൻ പുഴയോരം കെട്ടി സംരക്ഷിക്കുകയും വേണം. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഈ മഴക്കാലം ഇവർ സുരക്ഷിതരാണ്. മലവെള്ളപ്പാച്ചലിനെ പേടിക്കാതെ ധൈര്യത്തോടെ അന്തിയുറങ്ങാം. മാക്കൂട്ടം പുഴയോരത്ത് താമസിച്ച കുടുംബങ്ങളാണ് കിളിയന്തറയിൽ പുതിയ വീടുകളിൽ സുരക്ഷിതർ. ഈ 15 കുടുംബങ്ങൾക്കും ഇനി പുഴയിൽ വെള്ളം കയറുന്നുണ്ടോ, വീട് ഒലിച്ചു പോകുമോ, ഞങ്ങൾ അപായത്തിൽപ്പെടുമോ എന്നൊന്നും ചിന്തിക്കാതെ ധൈര്യമായി കിടന്നുറങ്ങാം. അതിനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയത്. വർഷങ്ങളായി മാക്കൂട്ടം പുഴയോരത്ത് താമസിച്ചിരുന്ന ഈ കുടുംബങ്ങൾ ഇന്ന് സുരക്ഷിതരാണ്. മഴക്കാലമായാൽ ബാരാപ്പോൾ പുഴയിൽ നിന്നുള്ള വെള്ളം വീടുകളിൽ കയറുമായിരുന്നു. ഇങ്ങനെ 2019 പ്രളയത്തിൽ ഇവരുടെ വീടുകളിൽ പലതും തകർന്നുപോയി. ഉണ്ടായിരുന്ന വീടുകൾ പലതും അപകടാവസ്ഥയിലും. ഇതോടെയാണ് കിളിയന്തറ 5 ഏക്കർ റോഡിൽ റവന്യൂ വകുപ്പ് വാങ്ങിയ 1 ഏക്കർ സ്ഥലത്ത് പ്രളയ പുനരധിവാസ ഭവന പദ്ധതിയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനിയുടെ സഹകരണത്തോടെ വീട് നിർമ്മിച്ചു നൽകിയത്. ചെങ്കുത്തായ പ്രദേശം പ്രകൃതിക്ഷോഭത്തിൽ പോലും തകരാത്ത വിധം വിവിധ വകുപ്പുകളുടെ പരിശോധനയും രൂപകൽപ്പനയും ചെയ്ത് വിദഗ്ധ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ 3 തട്ടുകളായി തിരിച്ച് കൂറ്റൻ കോൺക്രീറ്റ് ഭിത്തി കൊണ്ട് സുരക്ഷിതത്വം ഉറപ്പാക്കിയാണ് വീടുകൾ നിർമ്മിച്ചത്. 5 സെന്റ് വീതമുള്ള ഫ്ലോട്ടുകളായി തിരിച്ച് നല്ല ഒന്നാം തരം വീടുകളാണ് പണിതത്. ഇവിടെയാണ് ഈ കുടുംബങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത്. എല്ലാ മഴക്കാലത്തും മഴ തിമിർത്ത് പെയ്യുമ്പോൾ ഈ വീട്ടുകാരെല്ലാം ഉറക്കമൊഴിച്ച് പുഴയിൽ വെള്ളം കയറുന്നത് നോക്കി നേരം വെളുപ്പിക്കുന്ന സ്ഥിതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ധൈര്യമായി കിടന്നുറങ്ങാം എന്ന് ഇവിടത്തെ താമസക്കാർ പറയുന്നു. എന്തെന്റെ സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോന്ന് ചോദിച്ചാൽ സന്തോഷമേ ഉള്ളൂ. അവിടെ വന്നിട്ടില്ലേ പുഴക്കര? നല്ല മഴക്കാലത്ത് പേടിക്കാൻ വേണ്ട. എന്തിന്റെ സന്തോഷം ഉണ്ടാവും? സന്തോഷമുണ്ട്. നമുക്ക് കയറി കിടക്കാനൊരു നല്ല അടിയുറപ്പുള്ള ഒരു കിടപ്പാടം കിട്ടി. ഒത്തിരി എന്താ പറയുക, ഇതിനിപ്പോൾ ഒരു പറയാൻ വാക്കുകളില്ല. ഇതുപോലെ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം പിന്നെ നമുക്ക് ഇതിനകത്ത് ഇത് കിട്ടി തന്നെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം എന്നാ നമുക്ക് പറയാനുള്ളൂ. മഴക്കാലത്ത് കുഴപ്പമില്ല. പിന്നെ കുറച്ച് വെള്ളങ്ങളൊക്കെ പിന്നെ അതിലൊരു പാപ്പഴകൾ ഉണ്ടാവുമല്ലോ. വീടിനുള്ളിലല്ല, റോഡ് സംബന്ധമായിട്ടുള്ള ഒരു ചെറിയ അതൊന്നും കുഴപ്പമില്ലെന്നേ. അവിടെ താമസിക്കുന്നതിൽ എത്രയോ നല്ല അതെ. നമ്മളപ്പോൾ അവിടെ താമസിക്കുന്ന കഴിഞ്ഞാൽ വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാടകയ്ക്കായിരുന്നു. അത് കഴിഞ്ഞപ്പം മറ്റേന്ന് പറഞ്ഞാൽ പുഴയും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ നിന്നെല്ലാം കുറേ നമുക്ക് നല്ലൊരു മാറ്റമാണ്, നല്ലൊരു എന്താ പറയുക, ഒരു വിശ്വാസമായി. ഈ മഴക്കാലം സന്തോഷമായിട്ട് ജീവിച്ച ഒരു കുഴപ്പമില്ല. പേടിക്കേണ്ട, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. തന്ന വീടും നല്ലതാണ്, എല്ലാം നല്ലതാണ്. എപ്പോഴും ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാം നല്ല വീട്. എൻ്റെ 15 വീടും അടിപൊളി വീട്. കുടിവെള്ളമുണ്ട്, ചിലപ്പോൾ വെള്ളമുണ്ട്, എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. പിന്നെ കമ്പനിക്കാർ ഇടക്കിടക്ക് വന്ന്
അന്വേഷിക്കും. 1 വർഷം കഴിഞ്ഞാലേ ഇതിൻ്റെ മുകളിൽ പുതിയ വീട് എടുക്കാൻ പാടുള്ളൂ. അപ്പം നമുക്ക് എടുക്കണം എന്തായാലും. നമുക്ക് 9 ആൾക്ക് ഒരു വീടല്ല നീ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരൊരു കൊല്ലം കഴിയണം, ഇതിൻ്റെ മുകളിൽ ചോർച്ചെല്ലാം അറിഞ്ഞിട്ട് രസം എടുക്കാം. അവർ വിഞ്ഞാന്ന് വന്നിരുന്നു. അവർ എല്ലാവരും നല്ല 15 വീട്ടുകാർ ഒരുമിപ്പോൾ എല്ലാവരും നല്ല ആൾക്കാരാണ്. ഒരു ബുദ്ധിമുട്ടില്ല. മഴക്കാലത്തല്ല അവിടെ പേടിച്ചിട്ടില്ല നിങ്ങൾ കഴിയല്? ആ മഴക്കാലത്ത് എല്ലാവർക്കും പേടി. ഒന്നാമത് വണ്ടീൻ്റെ പോക്കും വെള്ളത്തിൻ്റെ പോക്കും എല്ലാം കൂടി പേടിയാണ്. നല്ല പേടിച്ചിട്ടാണ് കഴിയുന്നത്. പുഴയിൽ നല്ല വെള്ളം വരും. നല്ല വെള്ളം ഈ പ്രാവശ്യം വന്നതിന് വരും. പിന്നെ ഇത് തുറന്നു വിട്ടോണ്ട് അണക്കെട്ട് തുറന്നു വിട്ടോണ്ട് വെള്ളം സമാധാനമായിട്ട് പോയി. എങ്ങനെ വീടെല്ലാം എങ്ങനെയുണ്ട്? അടിപൊളി വീട് തന്നെ. ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനത്തെ വീട് പ്രതീക്ഷിച്ചു. പിന്നെ ഇത് ഇട്ടത് നമ്മളാകട്ടെ, സീറ്റ് ഇട്ടത് മഴ കൊണ്ട് കാര്യങ്ങളോടെ ഇങ്ങനത്തെ വീട് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. നമ്മൾ വിചാരിച്ച് വേറെ എന്തോ ഒരു വീട് എടുത്ത് കൊടുക്കുന്നില്ല സർക്കാർ, അങ്ങനത്തെ വീടായിരിക്കും. പക്ഷേ ഇത് ഇത്രയും നല്ല വീടല്ലേ? അത്ര അടിപൊളി വീട്. നമ്മളൊന്നും ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു വീട് വെക്കാൻ സാധിക്കില്ല. ആ പുഴക്കരക്കൊക്കെ ഭയങ്കര വിഷയമല്ലേ? വിഷയം നല്ല വിഷയമായിരുന്നു. 2018 പ്രളയത്തായിരുന്നു. 2018 നമ്മളെ വീട് പോയിട്ട് 2019 എൻ്റെ വീട് നമ്മളെ വീട് പോയിട്ടില്ല. ഇങ്ങനെ വിണ്ട് എല്ലാം കീറിപ്പോയെന്നുള്ളൂ. എൻ്റെ അനിയത്തിൻ്റെ വീടെല്ലാം പോയി. പിന്നെ സജീറിൻ്റെ വീട് 2019 പോയത്. നല്ല തന്നെയല്ലോ. പായം പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും കൃത്യമായ ഇടപെടലാണ് 15 കുടുംബങ്ങളും ഇന്ന് സുരക്ഷിത സ്ഥാനത്ത് കഴിയുന്നത്. പ്രളയം എല്ലാം തകർത്തെറിഞ്ഞപ്പോൾ ഇവരെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയ സർക്കാർ സംവിധാനങ്ങളാണ് ഇന്ന് ഈ 15 കുടുംബങ്ങൾക്കും കൈത്താങ്ങായി മാറിയത്. ഇവരെല്ലാം ഇന്ന് ഇവിടെ സുരക്ഷിതമായി കഴിയുകയാണ്. കിളിയന്തറ 5 ഏക്കറിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്. അംഗൻവാടി വർക്കറും ഹെൽപ്പറും സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി മാസവാടക നൽകുന്ന ഒരു അംഗൻവാടിയെ പരിചയപ്പെടാം. വർക്കറുടെയും ഹെൽപ്പറുടെയും കാരുണ്യത്തിലാണ് കേളകം പഞ്ചായത്ത് 10-ാം വാർഡിലെ പള്ളിയറ അംഗൻവാടി പ്രവർത്തിക്കുന്നത്. അംഗൻവാടി കെട്ടിടമൊക്കെ ഉഷാറാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. 2017 അന്നത്തെ കേളകം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മൈഥിലി രമണൻ അധ്യക്ഷത വഹിക്കുകയും സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത കേളകം പഞ്ചായത്ത് 10-ാം വാർഡിലെ പള്ളിയറ അംഗൻവാടി കെട്ടിടത്തിന്റെ ഇന്നത്തെ അവസ്ഥയൊന്ന് കണ്ടു നോക്കൂ. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ പുതിയ കെട്ടിടം തകർച്ചാ ഭീഷണി നേരിടുകയാണ് നിലവിൽ. കെട്ടിടത്തിന്റെ ഭിത്തി മുഴുവൻ വിള്ളൽ സംഭവിച്ച നിലയിലാണ്. ഭിത്തിയിൽ വിള്ളൽ സംഭവിച്ചതോടെ അംഗൻവാടി പ്രവർത്തനം താൽക്കാലികമായി ഈ കെട്ടിടത്തിൽ നിർത്തിവെച്ചു. ഇതേ തുടർന്ന് സമീപത്തെ ഒരു വാടക വീട്ടിലേക്ക് അംഗൻവാടിയുടെ പ്രവർത്തനം മാറ്റുകയായിരുന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം വെറും 7 വർഷമാകുമ്പോഴേക്കും ഈ അവസ്ഥയിൽ എത്താനുള്ള കാരണം നാട്ടുകാർ തന്നെ പറയും. ഇതും കേളകം പഞ്ചായത്തിൻ്റെ 19-ാം നമ്പർ അംഗൻവാടിയാണ്. ഇതിന് നാട്ടുകാരെല്ലാം കൂടി സഹകരിച്ച് അംഗൻവാടിയൊക്കെ ശരിയാക്കി കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് ഇത് വാർക്ക് കെട്ടറാകാമെന്ന് പറഞ്ഞും തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞ് ഇന്ന രീതിയിലൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് എഞ്ചിനീയർക്കും കരാറുകാരനും കൊടുത്തു. കരാറുകാരൻ പണിതുകൊണ്ടിരുന്നു. കരാറുകാരൻ പണിതുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ഇന്നൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു അത് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. ഉടനെ കേളകം പഞ്ചായത്ത് അവിടുന്ന് എഞ്ചിനീയർ വന്നു. ഇതും എന്നെ ക്ലിയർ പണിയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഘട്ടം പോയി. അത് കഴിഞ്ഞാണ് കക്കൂസ് പണി ആ നേരത്ത് വളരെ ഇതായിട്ട് പണിത് കഴിഞ്ഞപ്പോൾ പണിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കമ്മിറ്റിക്കാരോ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ടീച്ചറോ പറഞ്ഞാലൊന്നും അംഗീകരിക്കില്ല. അങ്ങനെ അവർ പണിത ആഴ്ചയിലാണ് അതിപ്പോൾ പൊട്ടി വീണ് കിടക്കുന്നത്. അത് പെട്ടെന്ന് ഇത് നടത്തിയില്ലെങ്കിൽ ഇവിടെ പഠിപ്പിക്കാനുള്ള സൗകര്യം കിട്ടിയില്ലെങ്കിൽ കുട്ടികളും കുറയും. അവർക്കാണെങ്കിൽ 2500 രൂപ വീതം അംഗൻവാടി ജീവനക്കാർ കൊടുത്തോണ്ടായിരിക്കുന്നത്. ഈ കോൺക്രീറ്റ് കെട്ടിടത്തിൽ അംഗൻവാടി പ്രവർത്തിക്കുമ്പോൾ 13-ലധികം കുട്ടികൾ ഉണ്ടായിരുന്നു. നിലവിൽ ഓടിട്ട വാടക വീട്ടിൽ അംഗൻവാടി പ്രവർത്തിക്കുന്നത് വെറും 7 കുട്ടികൾ വെച്ചാണ്. ഈ അംഗൻവാടി പ്രവർത്തിക്കണമെങ്കിൽ വർക്കറും ഹെൽപ്പറും കയ്യിൽ നിന്നും പണം മുടക്കി വാടക നൽകണം. പഞ്ചായത്തോ മറ്റ് അധികാരികളോ യാതൊരുവിധ സഹായങ്ങളും ചെയ്യുന്നില്ലെന്നാണ് പരാതി. ഇത് കേളകം പഞ്ചായത്തിലെ 10-ാം വാർഡിലെ പള്ളിയറ അംഗൻവാടിയാണ്. ഇത് പഞ്ചായത്തിൻ്റെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചപ്പോൾ ഈ ബിൽഡിംഗ് സുരക്ഷിതമല്ല. കാരണം ഇതിൻ്റെ ഉൾവശം മൊത്തം ബാത്റൂമും ഭിത്തികളെല്ലാം വിണ്ടുകീറി ടൈലെല്ലാം അടന്നു വീണ് ഉള്ള അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഫിറ്റ്നസ് തരാത്തത് കൊണ്ട് കുറച്ച് ദൂരത്ത് ഇപ്പോൾ വാടകയ്ക്ക് മാറിയിരിക്കുകയാണ്. തൽക്കാലം ഒരു ചെറിയ വീട്. അതിൻ്റെ വാടക പോലും ഇപ്പോൾ കൊടുക്കുന്നത് അവിടുത്തെ വർക്കറും ഹെൽപ്പറും കൂടിയാണ് ഇപ്പോൾ വാടക കൊടുക്കുന്നത്. ഇപ്പോൾ 2 മാസത്തിൻ്റെ മേലെയായി. ഇതുവരെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഇതും നമുക്ക് കിട്ടിയിട്ടില്ല. ഈ 2017 ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഇവിടെ എത്ര വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് അംഗൻവാടി? അതിപ്പോൾ 2 മാസം മുമ്പ് വരെ പ്രവർത്തിച്ചു. 2 മാസം മുമ്പ് വരെ പ്രവർത്തിച്ചതാണ്. ഇപ്പോഴാണ് ഇതിന് ഫിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇവിടെ ഇരുത്താൻ സാധിക്കാത്തത് കൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം വാടകയ്ക്ക് മാറിയിരിക്കുന്നത്.
പഞ്ചായത്തുമായി അന്വേഷിച്ചപ്പം ഇപ്പം തൽക്കാലം ഫണ്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും നടക്കില്ലെന്നാണ് അവർ പറയുന്നത്. ഓടിട്ട വാടക വീട്ടിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി ഭീഷണിയാണെന്നിരിക്കെയാണ് പുതിയ കോൺക്രീറ്റ് കെട്ടിടം കണ്ടെത്തി അംഗൻവാടി പ്രവർത്തിക്കാത്തത്. അപകടങ്ങൾ സംഭവിച്ച ശേഷം മാത്രമേ നടപടിയെടുക്കൂ എന്ന നിലപാടിലാണ് അധികാരികൾ. ഹൈവിഷൻ ന്യൂസ്, കേരളം. വനം വന്യജീവി വകുപ്പിന്റെ കണ്ണൂർ ജില്ലയിൽ താൽക്കാലിക വാച്ചർമാരായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. ശമ്പള കുടിശ്ശിക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആഗസ്റ്റ് 21 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. വനം വന്യജീവി വകുപ്പിൽ കണ്ണൂർ ജില്ലയിൽ താൽക്കാലിക വാച്ചർമാരായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. ശമ്പള കുടിശ്ശിക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഓഗസ്റ്റ് 21 മുതൽ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ്. കണ്ണൂർ ജില്ലാ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലും വന്യജീവി സംരക്ഷണ കേന്ദ്രം ഇരിട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിന് മുന്നിലുമാണ് തൊഴിലാളികൾ അനിശ്ചിതകാല സമരം നടത്തുക. കേരളത്തിലെ വനം വന്യജീവി വകുപ്പിനകത്ത് ഈ കണ്ണൂർ ജില്ലയിൽ ജോലി ചെയ്യപ്പെടുന്ന വാച്ചർമാർക്ക്, താൽക്കാലിക വാച്ചർമാരായി ജോലി ചെയ്യുന്നവർക്ക് 5 മാസം മുതൽ 10 മാസം വരെ ഉള്ള കാലയളവിനകത്ത് ലഭിക്കേണ്ടുന്ന ശമ്പളവും നാളിതുവരെയായി ലഭിക്കാതെ തൊഴിലാളികൾ കഷ്ടപ്പാടിലാണ്. നമുക്കറിയാം, രാജ്യമാകമാനവും പ്രദേശത്താകമാനവും കാലവർഷക്കെടുതി കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർ, രോഗങ്ങൾ ബാധിച്ച് ആളുകൾ ആസ്പത്രി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, കർക്കിടകത്തിൽ സ്വാഭാവികമായും ആളുകൾ പറയുന്നത് ഒരു പഞ്ഞമാസം എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഈ ദുരിതങ്ങൾക്കെല്ലാം ഇടയിലും 30 ദിവസം കൃത്യമായും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തൊഴിലാളികൾക്ക് അവർക്ക് ലഭിക്കേണ്ടുന്ന കൂലി കൊടുക്കാതിരിക്കുകയാണ് കേരളത്തിലെ വനം വന്യജീവി വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലിയിലാണെങ്കിൽ ഒരു കുറവുമില്ല. ഈ തൊഴിലാളികൾ രാത്രിയും അതോടൊപ്പം തന്നെ പകലും കാട്ടാനയും പെരുമ്പാമ്പും അതുപോലെയുള്ള പുലി ഇറങ്ങിയാലും കടുവ ഇറങ്ങിയാലും അപ്പോഴെല്ലാം ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഓടിയെത്തുകയും ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വാച്ചർമാരായ തൊഴിലാളികളാണ്. ഇവർക്കാണ് ഏറ്റവും ദുരിതപൂർണമായ ഈ ജീവിതം നയിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർക്കാണ് കഴിഞ്ഞ 10 മാസക്കാലമായി ശമ്പളം കൊടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആറളം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ ഒരു തൊഴിലാളി അവരുടെ ക്യാമ്പ് ഷെഡിൽ വെച്ച് ജോലിക്കിടയിൽ പാമ്പ് കടിയേറ്റിട്ട് ആസ്പത്രിയിൽ കൊണ്ടിട്ടതല്ലാതെ അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്തതല്ലാതെ തുടർന്ന് അവരെ പരിശോധിക്കുന്നത് ആവശ്യമായ നടപടികൾ ഇടപെട്ട് അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇടപെടുന്നതിന് ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിരുന്നില്ല. യൂണിയൻ ഇടപെടേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഒരു ദുരിതം അനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടുന്ന ശമ്പള കുടിശ്ശിക അടിയന്തരമായി നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലും വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൻ്റെ ഇരിട്ടിയിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിന് മുമ്പിലും തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 21 മുതൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി ഓഗസ്റ്റ് 12 ഇരിട്ടി വന്യജീവി സംരക്ഷണ കേന്ദ്രം ഓഫീസിന് മുന്നിലും 21 കണ്ണൂർ DFO ഓഫീസിന് മുന്നിലും പ്രതിഷേധ പ്രകടനം നടത്തും. തൊഴിലാളികളെ പണിമുടക്കിലേക്ക് തള്ളിവിടാതെ അധികൃതർ ഇതുവരെ ലഭിക്കേണ്ട ശമ്പള കുടിശ്ശിക നൽകിക്കൊണ്ട് ഒരു തീരുമാനമുണ്ടാക്കണമെന്ന് ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ AITUC ജനറൽ ബോഡി യോഗത്തിന് ശേഷം നേതാക്കൾ പേരാവൂരിൽ പറഞ്ഞു. ആഗസ്റ്റ് മാസം 21 തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടക്കുകയാണ്. ഈ പണിമുടക്കിൻ്റെ മുന്നോടിയായി ആഗസ്റ്റ് മാസം 12 തീയതി ഇരിട്ടി വന്യജീവി സംരക്ഷണ കേന്ദ്രം ഓഫീസിൻ്റെ മുന്നിലും ആഗസ്റ്റ് 21 കണ്ണൂർ DFO ഓഫീസിൻ്റെ മുമ്പിലും തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. പണിമുടക്കിലേക്ക്, കാരണം നമുക്കറിയാം മലയാളികൾ മുഴുവൻ ഓണം ആഘോഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ദുരിതങ്ങൾ പേറുന്നതിനിടയിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തങ്ങളുടെ നിത്യവൃത്തിക്ക് പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഈ തൊഴിലാളികൾക്ക് പണിമുടക്കല്ലാതെ മറ്റു മാർഗമില്ല. AITUC ജില്ലാ പ്രസിഡന്റ് KT ജോസ്, സെക്രട്ടറി U സഹദേവൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് V ഷാജി, MG മജുംദാർ, VK ഗംഗാധരൻ, ഫൈസൽ വിളക്കോട്, സഞ്ജു തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കാണാതായ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. ആറളം കൊക്കോട് പുഴയിലാണ് കീഴ്പള്ളി വട്ടപ്പറമ്പിലെ കിളിരൂപ്പറമ്പിൽ വർഗീസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ആറളം കൊക്കോട് പുഴയിലാണ് കീഴ്പള്ളി വട്ടപ്പറമ്പിലെ കിളിരൂപ്പറമ്പിൽ വർഗീസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ വർഗീസിനെ കാണാതായതിനെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് പുഴയിൽ തെരച്ചിൽ നടത്തിയിരുന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയും പുഴയിലെ വിവിധ മേഖലകളിൽ തെരച്ചിൽ നടത്തി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ആറളം കൊക്കോട് പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കായിക കേരളത്തിന് മാതൃകയായ നാഷണൽ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി അമ്പെയ്ത്തിൽ ആദ്യമായി വ്യക്തിഗത മെഡൽ നേടിയ ദശരഥ് രാജഗോപാൽ. നാഷണൽ ഗെയിംസിൽ മെഡൽ നേടിയവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച പാരിതോഷിക തുകയായ 2 ലക്ഷം രൂപ
ദശരഥ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കായിക കേരളത്തിന് മാതൃകയായി നാഷണൽ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി അമ്പെയ്ത്തിൽ ആദ്യമായി വ്യക്തിഗത മെഡൽ നേടിയ ദശരഥ് രാജഗോപാൽ. നാഷണൽ ഗെയിംസിൽ മെഡൽ നേടിയവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച പാരിതോഷിക തുകയായ 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ ദശരഥ് സമ്മതപത്രം കൈമാറി. 2028 ഒളിമ്പിക്സ് ലക്ഷ്യമിട്ട് പരിശീലനം ചെയ്യുന്നതിലേക്കായി കായിക ഉപകരണം വാങ്ങാൻ നിശ്ചയിച്ച ആദ്യത്തെ സമ്മാനത്തുകയാണ് ദശരഥ് അമ്പെയ്ത്തിൽ തന്റെ ആദ്യ ഗുരു കൽപ്പറ്റ കാവുമന്തം കുനിയിൽ രാധാകൃഷ്ണന്റെ നാടായ വയനാടിന്റെ പുനർനിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരിട്ടി ഗ്രീൻ ലീഫ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി 1 ലക്ഷം രൂപ നൽകി. വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരട്ടി ഗ്രീൻ ലീഫ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി 1 ലക്ഷം രൂപ നൽകി. ഒരു ഉരുൾപൊട്ടൽ, അതിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ, അതിനെ തുടർന്നുണ്ടായ ദുരിതങ്ങൾ, ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും മാറി നിൽക്കാനാവില്ല ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്. ഇതിനെ തിരിച്ചു പിടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ആർക്കും മാറി നിൽക്കാനാവില്ല. തീർച്ചയായിട്ടും പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ഗ്രീൻ ലീഫ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ഈ 1 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് തഹസിൽദാരെ ഏൽപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ. ഭാരവാഹികൾ ഇരട്ടി താലൂക്ക് ഓഫീസിലെത്തി ഇരട്ടി തഹസിൽദാർ VS ലാലിമോൾക്ക് തുക കൈമാറി. ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഗ്രീൻ ലീഫ് സെക്രട്ടറി പി അശോകൻ, മുൻ ചെയർമാൻ ഡോക്ടർ NJ മാത്യു, C ബാബു, PV ബാബു, NJ ജോഷി, അബു ഉവാപ്പള്ളി തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. അവാർഡ് തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. പഴശ്ശി ഈസ്റ്റ് LP സ്കൂളിൽ ലഭിച്ച ശുചിത്വ അവാർഡ് തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. മട്ടന്നൂർ നഗരസഭയിലെ പഴശ്ശി ഈസ്റ്റ് LP സ്കൂളിന് ലഭിച്ച ശുചിത്വ അവാർഡ് തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. മട്ടന്നൂർ നഗരസഭയിലെ മികച്ച ശുചിത്വ വിദ്യാലയത്തിനുള്ള 1ാം സ്ഥാനം പഴശ്ശി ഈസ്റ്റ് LP സ്കൂളിനാണ് ലഭിച്ചത്. 10,000 രൂപയും പ്രശസ്തി പത്രവും നഗരസഭയുടെ ശുചിത്വ അംബാസിഡറിൽ നിന്നും വിദ്യാലയ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസമാണ് ഏറ്റുവാങ്ങിയത്. അവാർഡ് തുകയായ 10,000 രൂപ സ്കൂളിൽ നടന്ന ചടങ്ങിൽ MLA KK ശൈലജ ടീച്ചർ ഏറ്റുവാങ്ങി. നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ P ശ്രീനാഥ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് K ജ്യോതിഷ്, പ്രധാന അധ്യാപകൻ PK അനിൽകുമാർ, മദർ PTA പ്രസിഡന്റ് സൗമ്യ സനൂപ്, KC സയ്യിദ്, KK സന്ധ്യ, K ഷിംജ, നന്ദ ബാല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കനത്ത മഴയിൽ വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ച കണ്ണവം പൂഴിയോട് ഇടുമ്പ പ്രദേശങ്ങളിൽ കേരള ജമാഅത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേതാക്കൾ സന്ദർശിച്ചു. കനത്ത മഴയിൽ പുഴ കരകവിഞ്ഞൊഴുകി നാശനഷ്ടം സംഭവിച്ച കണ്ണവം പൂഴിയോട് ഇടുമ്പ പ്രദേശങ്ങളാണ് കേരള മുസ്ലിം ജമാഅത്ത് കണ്ണൂർ ജില്ലാ നേതാക്കൾ സന്ദർശിച്ചത്. വീട് നഷ്ടപ്പെട്ട AP നൗഫൽ, റഹീം ഫാളിലി, വിജേഷ്, സുജാത, കട പൂർണ്ണമായും നശിച്ച MP ഹംസ തുടങ്ങിയവരുടെ വീടുകളും കടകളും ഉൾപ്പെടെയാണ് നേതാക്കൾ സന്ദർശിച്ചത്. ജില്ലാ പ്രസിഡന്റ് PK അലി കുഞ്ഞ് ദാരുമി, ജനറൽ സെക്രട്ടറി ഹനീഫ് പാനൂർ, സെക്രട്ടറിമാരായ BA അലി മൊഗ്രാൽ, TC അബ്ദുറസാഖ് മാണിയൂർ, വൈസ് പ്രസിഡന്റ് CKM അഷ്റഫ് മൗലവി, സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ സോൺ പ്രസിഡന്റ് ഇബ്രാഹിം മാസ്റ്റർ കണ്ണവം, മുസ്ലിം ജമാഅത്ത് സോൺ സെക്രട്ടറി അബ്ദുൽ ഖാദർ ചാലക്കര, വാർഡ് മെമ്പർ MV ഷിബു, ഹിദായ പ്രസിഡന്റ് ഇബ്രാഹിം ഹാജി കോളയാട്, SYS സോൺ നേതാക്കളായ ഉബൈദ് സഹാദി, മുനവീർ സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. വയനാടിന് കൈത്താങ്ങാവാൻ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പേരാവൂർ ഡിവിഷൻ കമ്മിറ്റി ചൊവ്വാഴ്ച കാരുണ്യയാത്ര നടത്തും. ഒരു ദിവസം ഓട്ടോറിക്ഷ സവാരി നടത്തി ലഭിക്കുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് തീരുമാനം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പേരാവൂർ ഡിവിഷൻ കമ്മിറ്റി വയനാടിനൊരു കൈത്താങ്ങാവാൻ ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ കാരുണ്യയാത്ര നടത്തും. പേരാവൂരിലെ മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും ചൊവ്വാഴ്ച നടത്തുന്ന ഓട്ടോറിക്ഷ സവാരിയുടെ തുക സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് തീരുമാനം. കാരുണ്യയാത്രയുടെ ഉദ്ഘാടനം രാവിലെ 8 മണിക്ക് പേരാവൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കും. വയനാട്ടിലുണ്ടായ ദുരന്തം നമ്മൾക്കാർക്കും മറക്കാൻ പറ്റാത്തതാണ്. വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി വിവിധ തലങ്ങളിൽ
ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ മുഴുവൻ ആൾക്കാർക്കും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി പേരാവൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി ഒരു ആലോചനാ യോഗമാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത്. അപ്പം നിറഞ്ഞ മനസ്സോടെ പേരാവൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നാളെ അവർക്ക് കിട്ടാവുന്ന എണ്ണപ്പൈസ അവരടിച്ചുകൊണ്ട് അവർ കിട്ടുന്ന പൈസകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം എന്നുള്ള ഇതിലാണ് മുഴുവൻ CITU തൊഴിലാളികളും ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. മുഴുവൻ ആളുകളും ഇതുമായി സഹകരിക്കണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പേരാവൂർ ഡിവിഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കുനിത്തറ ചൗള നഗറിൽ കനത്ത മഴയിൽ വീടുകളിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് തൊണ്ടിയിൽ മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. ചൗള നഗറിലെ മുതുകുളത്തിൽ ജെയിൻ ജോസഫ്, വാഴക്കാലയിൽ സുദർശൻ എന്നിവരുടെ വീടുകളിലേക്ക് മൺതിട്ട ഇടിഞ്ഞു വീണ മണ്ണാണ് ഇവരുടെ സഹപാഠികളുടെ നിർദ്ദേശത്തെ തുടർന്ന് നീക്കം ചെയ്തത്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമിയിലെ കുട്ടികളും ഞാനും അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ ബാബു, അതുപോലെ ബ്രിട്ടോ തുടങ്ങിയ ആൾക്കാർ ഇപ്പോൾ എത്തിയിട്ടുള്ളത് കുനിത്തല ചൗള നഗറിലാണ്. ഇവിടെ ജെയിൻ, അതുപോലെ അപ്പുറത്തെ സുദർശനൻ എന്നിവരുടെ വീട്ടിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ കാറ്റിലും മഴയിലും ഇവരുടെ വീടിൻ്റെ പുറകിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ഇവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പുറകിലെ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇതിപ്പോൾ അപകടാവസ്ഥയിലാണ്. ഇന്നലെ DYFI അതുപോലെ കുറേ സന്നദ്ധ സേനാംഗങ്ങളെല്ലാം വന്ന് കുറേ മണ്ണ് നീക്കി കൊടുക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോഴും അത് ക്ലിയർ ആയിട്ടില്ല. അത് ക്ലിയർ ചെയ്ത് ഇവർക്ക് സുരക്ഷിതമായ വാസം ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമി ഇവിടെ എത്തിയിട്ടുള്ളത്. കോളയാട് പഞ്ചായത്തിലെ പെരുവ ഉരുൾപൊട്ടൽ പാളയത്തുവൽ ഗവൺമെൻറ് UP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് കോളയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശേഖരിച്ച ഭക്ഷ്യക്കിറ്റ് പഞ്ചായത്ത് അംഗം റോയി പൗലോസ് സ്കൂൾ പ്രധാനാധ്യാപകൻ ചന്ദ്രൻ മാസ്റ്റർക്ക് കൈമാറി. കോളയാട് പഞ്ചായത്തിലെ പെരുവ ഉരുൾപൊട്ടൽ പാളയത്തുവൽ ഗവൺമെൻറ് UP സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് കോളയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശേഖരിച്ച ഭക്ഷ്യക്കിറ്റുകൾ കൈമാറി. പഞ്ചായത്ത് അംഗം റോയി പൗലോസ് സ്കൂൾ പ്രധാനാധ്യാപകൻ ചന്ദ്രൻ മാസ്റ്റർക്ക് ഭക്ഷ്യക്കിറ്റുകൾ കൈമാറി. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരോൾ രാഘവൻ മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റ് സാജൻ ചെറിയാൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ C ഭാർഗവൻ മാസ്റ്റർ, രാജൻ കണ്ണങ്കേരി, വൈസ് പ്രസിഡന്റ് രജീഷ് മാറോളി, പാറ വിജയൻ, വിനോദൻ വെള്ളുവക്കണ്ടി, പഞ്ചായത്ത് അംഗം KV ജോസഫ്, സുധാകരൻ മുല്ലോളി, കോളയാട് വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ചർമ്മം. കോളയാട് മേനച്ചോടിയിലെ ആയോടൻ രാജൻ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. ആയോടൻ കുങ്കൻ്റെയും മരാടി മാധവിയുടെ മകനാണ്. ചന്ദ്രൻ, ഓമന, ദേവി എന്നിവർ സഹോദരങ്ങളാണ്. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 230, പേരാവൂർ 230, കൊട്ടിയൂർ 230. റബ്ബർ ലോട്ട് ഇരിട്ടി 214, പേരാവൂർ 220, കൊട്ടിയൂർ 220. ഒട്ടുപാൽ ഇരിട്ടി 135, പേരാവൂർ 140, കൊട്ടിയൂർ 143. കുരുമുളക് ഇരിട്ടി 630, പേരാവൂർ 635, കൊട്ടിയൂർ 640. കൊട്ടടയ്ക്ക ഇരിട്ടി 315, പേരാവൂർ 325, കൊട്ടിയൂർ 320. നീ വന്നു പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6470, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ഉരുൾപൊട്ടൽ സൈന്യം പറയുന്നതുവരെ തിരച്ചിൽ തുടരും. പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് തയ്യാറാക്കാനും മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ തീരുമാനം. കാണാതായ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. ആറളം കൊക്കോട് പുഴയിലാണ് കീഴ്പള്ളി വട്ടപ്പറമ്പിൽ കിളിരൂപ്പറമ്പിൽ വർഗീസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പുഴ ഗതിമാറിയൊഴുകി ഇരിട്ടി പയഞ്ചേരി മുടച്ചാലിൽ ഏക്കർ കണക്കിന് സ്ഥലം പുഴയെടുത്തു. മലവെള്ളപ്പാച്ചലിനെ പേടിക്കാതെ കുടുംബം. മാക്കൂട്ടം പുഴയോർത്ത് താമസിച്ച 15 കുടുംബങ്ങളും ഇന്ന് സുരക്ഷിതം. ശമ്പളം ലഭിക്കുന്നില്ല. വനം വകുപ്പിലെ താൽക്കാലിക വാച്ചർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.